സമഗ്ര ശിക്ഷ കേരളം BRC കൊടുങ്ങല്ലൂർ ഹെൽപ്പിംഗ് പ്രൊജക്ട് BRC തല അവതരണം സമാപിച്ചു. 2024-25 വർഷം വിദ്യാഭ്യാസ ഗുണമേന്മ വർഷത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ അക്കാദമിക വെല്ലുവിളികൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുമായുള്ള പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്. പദ്ധതിയുടെ BRC തല പ്രൊജക്ട് അവതരണത്തിന്റെ അവസാന ദിവസമായ ഇന്ന് കൊടുങ്ങല്ലൂർ AO മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് പദ്ധതി വിശദീകരണം നൽകിയത് BPC PM മോഹൻരാജാണ്. ഈ വർഷം 2019 ഡേറ്റ് അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. നവംബർ 19-ാം തീയതി 3, 6, 9 ക്ലാസ്സുകളിലേക്ക് നാസ് പരീക്ഷ നടത്തുകയാണ്. നമ്മുടെ 21ന്റെ റിസൾട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ റിസൾട്ടിൽ നമുക്കറിയാം ഭാഷാ വിഷയങ്ങളിലും ഗണിതത്തിലും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ശാസ്ത്രത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും കുട്ടികൾ പുറകിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 4 വിഷയങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. അങ്ങനെ വല്ലാണ്ട് വൈഡ് ആയിട്ടുള്ളതല്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത് വെറും 4 മാസമാണ്. ആ 4 മാസം കൊണ്ട് നമ്മൾ ഏത് രീതിയിൽ നമ്മളെ കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ. നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ട് 4 മാസം കൊണ്ട് നടത്തുന്ന ഈ പ്രോജക്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുമായി ഭാഷ, ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തി 16 UP പ്രൊജക്ടുകളുടെ അവതരണമാണ് നടന്നത്. പൊതുവിദ്യാലയങ്ങളെ 5 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികളിലാണ് പദ്ധതി നടപ്പിലാക്കുക. ട്രെയിനർ പാർവതി K സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രെയിനർ നീതു സുഭാഷ് നന്ദി പറഞ്ഞു.